ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫിലിമിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഗുരുവായൂർ അമ്പലം നടയിൽ നിന്ന് വന്ന ഫിലിമിന് പോവുകയാണ്. അപ്പം നമുക്ക് കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പെരുമഴയത്ത് ഇടിയും മിന്നലൊക്കെ ഉള്ള ടൈമിലാണ് പോകുന്നത്. അത് എൻ്റെ അച്ഛൻ്റെ സ്കൂട്ടിയിൽ. അപ്പോൾ എങ്ങനെയാണ് പോകണമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് കിടക്കാം. പിന്നെ പടം ഇറങ്ങി 3ാമത്തെ ദിവസം തന്നെ നമ്മൾ പടത്തിന് പോയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് കിടക്കാം. അതിൽ നിന്ന് തന്നെ നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് തുടയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് എൻചാൻറ്ററിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഡോട്ടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡോട്ട് 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 ഡോട്ട്. ഇങ്ങനെ ബാക്കി കുറച്ച് വന്നപ്പോൾ ഇപ്പുറത്തെ കയ്യിലും അപ്പുറത്തെ കയ്യിലും കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് കയ്യിലുള്ള പൗഡർ തട്ടി കളഞ്ഞിട്ട് ബ്ലെൻഡ്. അതായത് സത്യം പറഞ്ഞാൽ ഈ ബ്ലെൻഡ് ചെയ്തപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, നമ്മുടെ മൈക്കിൾ ജാക്സൺ ഇല്ലേ, ജാക്സൺ ഇലിയ വിക്രം ഇലിയ അപ്പു ഗൈസ്, എന്താണ് ഇവിടെ നടക്കുന്നത്? നാടകമോ? മതി, എൻ്റെ ചളി ഞാൻ ഇതോടെ നിർത്തി. നെക്സ്റ്റ് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡാസ്ലറിൻ്റെ ഐലൈനർ ഇട്ട് കൊടുക്കാം. 2 കണ്ണിലും ഇട്ടിട്ടുണ്ട്. ഒരു കുട്ടി പൊട്ടും കൂടി തൊട്ടിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന 2 ലിപ്സ്റ്റിക് ഉണ്ട്. ആ ലിപ്സ്റ്റിക്ക് 2 കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ചുണ്ടിലിട്ട് കൊടുക്കാം. ഇതേ ചുണ്ടിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ പടത്തിനല്ല നമ്മൾ പോകുന്നത്, ആരും ലിപ്സ്റ്റിക്കൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ലല്ലോ. അങ്ങനെ നമുക്ക് നേരെ ഡ്രസ്സും കൂടി മാറാം. വാച്ചും പിന്നെ കുട്ടിക്കമ്മലും പോണിറ്റയിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ടോപ്പും ലൂസ് ഫിറ്റും. ഇനി നമുക്ക് നേരെ പടത്തിന് പോകാം. ഇതാണ് കേട്ടോ ഗൈസ്, നമ്മുടെ ടിക്കറ്റ് സ്ക്രീൻ 1-ലാണ്. അവിടെ എത്തിയപ്പോൾ മുട്ടിൻ്റെ മേലേക്ക് നമ്മൾ നനഞ്ഞിട്ടാണ് വന്നത്. അമ്മ നനഞ്ഞില്ലായിരുന്നു, അമ്മ 2ാമത്തെ ട്രിപ്പിലാണ് വന്നത്. അപ്പോൾ മഴ കുറവായിരുന്നു. ഞാൻ ചേച്ചി അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്നതിന് ശേഷം കുറേ നേരം കാത്തുനിന്നു. 9:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ 10:45 ഷോ. അങ്ങനെ ഇവരെത്തുന്നത് 10 മണിയാകുമ്പോഴാണ്. അപ്പോൾ ഇപ്പോൾ 10 മണിയായി. അതാണ് നമ്മുടെ പോസ്റ്റർ പടത്തിൻ്റെ. പിന്നെ കുറേ നേരം ഞങ്ങൾ പോസ്റ്റ് അടിച്ച് നിന്ന്, കാരണം മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത്. പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് പോസ്റ്റിന് ശേഷം ഗൈസ് നമ്മളിതാ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. സീറ്റ് കാണാനില്ല. അവിടെ പോയപ്പോൾ അതാണ് കോമഡി, സീറ്റ് കാണാനില്ല. നമ്മൾ ഈ സൈഡിലേക്കാണ് ബുക്ക് ചെയ്തത്, പക്ഷേ സീറ്റ് നേരെ അപ്പുറത്തെ സൈഡിലേക്കായിപ്പോയി. അങ്ങനെ അവസാനം നമ്മൾ കുറേ തപ്പിയതിന് ശേഷം സീറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ സീറ്റിലിരുന്നു. നല്ല തണുപ്പ്. ഭാഗ്യത്തിന് ഞാൻ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ഇരിക്കണുള്ളൂ. ഇതാണ് ഫുൾ റെഡ് കളറാണ്. ചിത്രയിൽ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പടത്തിന് ആരൊക്കെ പോയിന്, എങ്ങനെയുണ്ട് പടം, എസ്പെഷ്യലി ഇഷ്ടമായോ, അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ടു. കുറേ കഴിഞ്ഞിട്ടാണ് പടം തുടങ്ങിയത്. ഞങ്ങൾ കയറുന്നത് 10:20-നാണ്. അപ്പോൾ 10:20-ന് കയറിയിട്ട് കുറേ നേരം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കോട്ടൊക്കെ വാങ്ങിയിട്ടിട്ടുണ്ട്. കുറേ നേരം നമ്മൾ ബോറടിച്ചിരുന്നു. ബ്ലാക്ക് കോട്ട് തന്നെയാണ്. ഇപ്പോഴും ഇതേ ആ പാൻറ്റൊക്കെ നനഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഫുള്ള് ഈ പടം മുഴുവൻ കണ്ടത്. ഞാൻ ചേച്ചി ഫുള്ള് ആ പാൻറ്റ് നനഞ്ഞിട്ടാണ് കണ്ടത്. ഫുള്ള് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ പോപ്കോണൊക്കെ ഉണ്ട്. നമ്മൾ ആ സീറ്റിൻ്റെ സൈഡിലൊക്കെ വെച്ചു. അങ്ങനെ അതെ ഇപ്പം ടൈം 10:44. ഇനി 1 മിനിറ്റ് കൂടെ. പക്ഷേ കോമഡി എന്താ, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയില്ല പടം ഒരു 11 മണി സംതിങ് ആകുമ്പോഴാണ് പടം തുടങ്ങിയത്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം പടം തുടങ്ങുകയാണ്. അതിന് മുന്നേ ഞങ്ങൾ കുറേ പോപ്കോൺ തിന്ന് ടൈം പോക്കി പോസ്റ്റ് അടിച്ചിട്ട് ഇവിടെ വരെ പിന്നെ എ സിയിലിരിക്കാമല്ലോ. അങ്ങനെ നമ്മൾ തണുത്തിട്ട് കുറേ നേരം എ സിയിലിരുന്നു.
ഗൈസ് പടം തുടങ്ങി. ആദ്യം തന്നെ ഒരു കാർട്ടൂണിൻ്റെ ഇതുപോലെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഫസ്റ്റ് ഹാഫ് പോപ്കോണൊക്കെ തീർന്നു. ഞങ്ങൾ പൂൾ വറുത്തത് വാങ്ങി. അച്ഛൻ പിന്നെയും പോവാണ് വാങ്ങാൻ. അങ്ങനെ അടിപൊളിയായിരുന്നു. ഒരു ഫാമിലിക്കൊക്കെ എന്തായാലും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു പടമായിരുന്നു. ഫുൾ കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പടത്തിന് പോയിട്ട് ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു ലേറ്റർ.